ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആർക്കും എളുപ്പത്തിൽ ഒരു മാസ്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 11 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തുള്ള ഒരു സ്ക്വയർ പീസാണ്. ആദ്യം ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക, പിന്നെയും അത് ചെറുതായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിന് അളവെടുക്കാൻ പോകുന്നത്. അഞ്ചിഞ്ച് ആദ്യം മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇപ്പുറ സൈഡും അതേപോലെ തന്നെ 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് മടക്കി അതിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ടത് റൗണ്ട് ഷേപ്പിൽ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കോർണറിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തി നേരെ വരയ്ക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യണം. അവിടെ ഒരു 1/2 ഇഞ്ച് ഹൈറ്റിൽ അടയാളപ്പെടുത്തിയിട്ട് ഈ കോർണറിൽ നിന്നും മറ്റേ കോർണറിലേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ 2 പീസാണ് നമുക്ക് ലഭിക്കുക. തുണിയുടെ നല്ല വശങ്ങൾ രണ്ടും ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനൊന്ന് വിടർത്തി കൊടുക്കണം. നല്ലപോലെ വിടർത്തി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് നല്ല വൃത്തിയിൽ പ്രസ് ചെയ്ത് നല്ല വശം ഉള്ളിലോട്ടാക്കി അതിൻ്റെ സെൻറ്റർ വെച്ച് മടക്കിയെടുക്കുക. ഇത് തേച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓപ്പണുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഉള്ളിലത്തെ ഭാഗം പുറത്തേക്ക് എടുക്കുക. നമ്മൾ ആ ലാസ്റ്റിക് ഇടാൻ വെച്ച ഹോളിലൂടെയാണ് അത് നമ്മൾ പുറത്തോട്ട് മറിക്കുന്നത്. പുറത്തെടുത്തിട്ട് ഈ രീതിയിൽ അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം 2 വശത്തും എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ.
അങ്ങനെ മാസ്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.